ചിന്തിച്ചു നോക്കും. കുറച്ചുകൂടി ഒന്ന് ഓപ്പൺ ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ അത് ഐഡിൽ വർഷിപ്പ് ഒരു സെക്കൻഡ്, ഓംചേട്ടൻ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടിരിക്കുവാണ്. അതായത് ഐക്കണോഗ്രഫിയും ഈ അഡോൾട്ടറി എന്നുള്ള ഒരു കാര്യത്തെ പറ്റി ചേട്ടന് വ്യക്തമായിട്ട് അറിവില്ല. പക്ഷെ ചേട്ടൻ ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുക. ഞങ്ങൾ പറഞ്ഞല്ലോ, ഈ കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വിഗ്രഹാരാധന ചെയ്യുന്നില്ല. ബൈബിളാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന ഗ്രന്ഥം. അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വിഗ്രഹാരാധന ദൈവം വെറുക്കപ്പെടുന്ന ഒരു കാര്യമായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് കത്തോലിക്കന് നിർവാഹമില്ല, അവന് ചെയ്യാൻ പറ്റില്ല. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വിഗ്രഹാരാധന ദൈവം വെറുക്കപ്പെടുന്ന ഒരു കാര്യമായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് കത്തോലിക്കന് നിർവാഹമില്ല, അവന് ചെയ്യാൻ പറ്റില്ല. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വിഗ്രഹാരാധന ദൈവം വെറുക്കപ്പെടുന്ന ഒരു കാര്യമായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് കത്തോലിക്കന് നിർവാഹമില്ല, അവന് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നേരത്തെ കുണ്ടലിനി ചേട്ടൻ ചോദിച്ചു മറ്റ് സഭകൾ ഇതിനെ പറ്റി എതിർക്കുന്നത്. പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. ഇപ്പൊ കുണ്ടലിനി ചേട്ടന്റെ പേര് തന്നെ മൂലാധാര ചക്രത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ശക്തിയെ പറ്റിയല്ലേ ഈ കുണ്ടലിനി എന്ന് പറയുന്നത്. ഏറ്റവും ലാസ്റ്റ് ചേട്ടൻ മോക്ഷമാണ് പ്രാപിക്കാൻ പോകുന്നത്, അത് ചേട്ടൻ മരിക്കാനാണ് പോകുന്നത്. ഇതിൽ കൂടുതലൊന്നും ഇതിനകത്ത് ചേട്ടന് പറയാനുണ്ടോ? ആക്ച്വലി ഈ ഒരു സെയിം കാര്യം തന്നെയാണ് ഓം ചേട്ടനോട് Okay, പറയാനായിട്ട് okay, that's ഉദ്ദേശിക്കുന്നത്. correct, that's മനസ്സിലായില്ലേ? correct, correct. കാര്യം തന്നെയാണ് ഓം ചേട്ടനോട് Okay, പറയാനായിട്ട് okay, that's ഉദ്ദേശിക്കുന്നത്. correct, that's മനസ്സിലായില്ലേ? correct. അല്ല, ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് ഇത്രയും ശക്തമായിട്ട് വിഗ്രഹങ്ങളോട് എതിർപ്പുണ്ടെങ്കിൽ ഈ പള്ളിക്കുള്ളിൽ ഈ വിഗ്രഹങ്ങൾ വച്ചിരിക്കുന്നത് എന്തിനാണ്? അത്